ഹലോ മൈ ന്യൂബീസ്, വെൽക്കം ബാക്ക് ടു അനദർ റിയാക്ഷൻ വീഡിയോ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ട് മുമ്പ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഒരു ഹാപ്പി ഓണം. ഈ വർഷത്തെ ഓണം നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ ഗൈസ്, ഫാമിലിയുടെ ഒപ്പം നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. അപ്പൊ നമ്മൾ ഇന്നുണ്ടല്ലോ റിയാക്ട് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ ഇത്തവണത്തെ ഓണത്തിലുണ്ടല്ലോ സ്കൂളിലും കോളേജുകളിലും ഇതെന്താണ് സ്വന്തം ടീമിന്റെ കാല് പിടിച്ചു വലിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ നടന്ന കറക്റ്റ് ആയിട്ട് ഇത് അടിക്കുമെന്ന് നോക്കാം. ഫണ്ണി ആയിട്ടുള്ള കുറച്ച് ഇൻസ്റ്റഗ്രാം റീൽസ് എന്റെ കൈ കിട്ടിയിട്ടുണ്ട്. ആ ഇൻസ്റ്റഗ്രാം റീൽസ് ആണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ഗൈസ്, അത്യാവശ്യം ഫണ്ണി ആയിട്ടുള്ള ഇഷ്ടംപോലെ ക്ലിപ്പുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കണ്ടുപിടില്ലോ, അറിയാലോ എല്ലാവരും എന്തായാലും ലൈക്ക് അടിക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ കാണെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 100K ആണ്. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ കുറച്ച് ഓണം വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ ഏതോ ഓണപരിപാടിക്ക് ഉണ്ടായിരുന്ന എന്തോ ഒരു മത്സരമാണ്. എനിക്കിത് മനസ്സിലായി ഗൈസ്. നമ്മുടെ ബിസ്ക്കറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ മുഖം ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലോ, കറക്റ്റ് കൈ തൊടാൻ പാടില്ല, അല്ലാതെ നമ്മൾ കഴിക്കണ ഒരു ഇതാണ്. അപ്പോ ലെറ്റ്സ് ഗോ ഗൈസ്. നമുക്കിനകത്ത് വെറൈറ്റി ഫേസ് എക്സ്പ്രഷൻ ഒക്കെ കാണാട്ടോ. കഴിക്കും ഗൈസ്, ഒറ്റയടിക്ക്. എടാ, ഇത് ഭയങ്കര പാടാണ്, പക്ഷെ ഇത് ഒറ്റയടിക്ക് കഴിച്ച്. എന്റെ വീട്ടിൽ ബിസ്ക്കറ്റ് ഇല്ല, എന്റെ വീട്ടിൽ കായ വറുത്തതുണ്ട് ഗൈസ്. അത് വെച്ച് ഞാൻ വേണമെങ്കിലോ ഈ വീഡിയോ അവസാനം ഉണ്ടല്ലോ ഗൈസ്, നമുക്ക് ഈ സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇതിന്റെ നമ്മൾ വിചാരിക്കണ പോലെ അത്രയ്ക്ക് എളുപ്പമല്ല, നല്ല പാടാണ്. എന്നാലും ഈ പെണ്ണിന്റെ പെട്ടെന്ന് ചെയ്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്, വെരി ടാലന്റ്. നമ്മുടെ മുഖത്തിന്റെ പല പല സ്ഥലങ്ങൾ ഇങ്ങനെ ചലിപ്പിച്ചാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ബിസ്ക്കറ്റ് നമ്മുടെ വായിന്റെ ഉള്ളിലിട്ട് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ കറക്റ്റ് ആയിട്ട് ആ പെണ്ണ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ പെണ്ണ് എന്നെ എന്തായാലും ഫസ്റ്റ് അടിച്ചു. 5 സെക്കൻഡിനുള്ളിൽ എന്തോ കഴിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് വീഡിയോയുടെ തുടക്കം തന്നെ കണ്ടിട്ട് എന്തോ ഉറിയടി മത്സരമാണ് നടക്കാൻ പോണത്. ഏതോ കോളേജിലാന്ന് തോന്നുന്നു. എടാ, ഇവന്റെ ഫ്രണ്ട്സ് ഇവന് വെറുതെ മോട്ടറായിട്ട് കയറ്റി വിടാന്ന് തോന്നുന്നു. നല്ല അളന്നു മുറിച്ചിട്ടുള്ള വരവാതൊക്കെ പറയണ്ടോ. നമുക്ക് നോക്കാം, ചിലപ്പോ കറക്റ്റ് ആയിട്ട് അടിച്ചാലോ. എടാ, അവന്റെ കൂട്ടുകാരുടെ അവന് വെറുതെ മോട്ടറാക്കി കയറ്റി വിട്ടതാണ്. കറക്റ്റ് അളന്ന് മുറിച്ചിട്ടുള്ള വരവാന്ന് പറഞ്ഞ ചാടി കറങ്ങി ഒരു വീശൊക്കെ വീശതാണ്. വേറെ സ്ഥലത്തിട്ടാണ് പോയി കയറിയത്. നോക്കിക്കോട്ടോ, ആ ചാട്ടം നോക്കിക്കോട്ടോ. ആ ചാട്ടായിരുന്നു കൈ സ്വാസ്. അവൻ വിചാരിച്ചു കറക്റ്റ് ആയിട്ട് ഞാൻ അടിക്കാൻ പോവാ, കാരണം അങ്ങനെയല്ല അവിടെ കമന്റിനൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. എടേ, അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അതെന്നെ എനിക്ക് തോന്നണേ. നല്ല രസമാർന്നട്ടാ. ഇതുപോലെ മോട്ടറാക്കി കയറ്റുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ ഗൈസ്? ഡു കമന്റ് ഗൈസ്. അടുത്തത് വേറെ ഏതോ സ്കൂളിലെ ഉറിയടി മത്സരം തോന്നുന്നു. ഓണത്തിന് അറിയാലോ ഗൈസ്, ഇഷ്ടംപോലെ ഇതുപോലത്തെ നിങ്ങൾക്കറിയാലോ ഗൈസ്, ഓണത്തിന് ഇതുപോലത്തെ ഉറിയടി മത്സരങ്ങളൊക്കെ ഒത്തിരി നടക്കും. യെസ്, ഇതിനകത്ത് ഇവ കറക്റ്റ് ആയിട്ട് അടിക്കോ, അത് ഇനി കോലുമല്ല കയ്യിൽ നിന്ന് മിസ്സായി ആരെങ്കിലും തലയിൽ പോയി വീഴുമെന്ന് നമുക്ക് നോക്കാട്ടോ. നമ്മുടെ ചെക്കനാണെങ്കിൽ മൊത്തം സ്കാൻ ചെയ്ത് നോക്കുകയാണ് ഉറി എവിടെയാണ്. ആ കൊടവില്ല ഗൈസ്, ആ കൊട എവിടെയാന്ന് മൊത്തം സ്കാൻ ചെയ്ത് നോക്കട്ടോ. എടാ, എനിക്ക് തോന്നുന്ന ഫ്രണ്ടില് പിള്ളേരുടെ അടുത്ത് വീഴ്ചയോ? ഇല്ല. ഇവൻ പയ്യെ സ്കാൻ ചെയ്തു കറക്റ്റ് എവിടെയാണോന്ന് അറിഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണോലെയാണ് എനിക്ക് തോന്നണേ. നോക്കട്ടാ. വീണ്ടും മാറിപ്പോയിട്ടോ, തിരിഞ്ഞു പോയി. ഇല്ല, മിസ്സായി വീണ്ടും. കൂട്ടുകാര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഉറിയുടെ കറക്റ്റ് അടുത്തെത്തി ഗൈസ്. ചെക്കൻ അടിച്ച് ഉറി പൊട്ടിക്കുമെന്ന് നമുക്ക് നോക്കാട്ടോ. ഓ മൈ ഗോഡ് ഗൈസ്, പ്രതീക്ഷകളായിരുന്നു. സസ്പെൻസ് പൊളിക്ക്, അടിച്ച് പൊട്ടിക്കടാ. അത് കൊള്ളാറുണ്ട്. അവൻ ഓറ അവനെ നഷ്ടപ്പെടുത്തിയില്ല ഗൈസ്. അവന്റെ ഓറ സേവ് ചെയ്യാൻ വേണ്ടിയാ തോന്നണോ നേരത്തെ ഒന്ന് വീശാനുണ്ടല്ലോ, കറക്റ്റ് സ്പോട്ട് എവിടെ അത് കണ്ടുപിടിച്ചിട്ടല്ലോ. ഒറ്റയടിയിലാണ് പൊളിഞ്ഞിട്ടാ. അത് ഇന്നലെ കലക്കി കറക്റ്റ് അടിയായിരുന്നു അവന്റെ. ഒരു വീശ് നോക്കിക്കോ, കറക്റ്റ് കൂടെ ആ കോലൊടിച്ചു പോയിട അവനടിച്ച. അമ്മാതിരി അടിയാണ് അവനടിച്ചത്. എന്തായാലും കൊള്ളാന്ന് കഴിച്ച്. ഇത് കിട്ടിയില്ലായിരുന്നു കേട്ടോ, അടിപൊളി. ഓണത്തിന് നെക്സ്റ്റ് എന്താണ്? വടംവലിയുടെ എന്തുവാണ് പഠിച്ചു വെച്ചോട്ടോ. അപ്പുറത്ത് 14 ആളല്ല
ഓ വടംവലിയുടെ എന്തോ ടിപ്പാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും ഓണം കഴിഞ്ഞല്ലോ ഗൈസ്. ഇനി എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഓണത്തിന് ഈ ടിപ്പ് നമുക്ക് എന്തായാലും യൂസ് ആവും തോന്നുന്നു. ഓണത്തിന് വടംവലി നിർബന്ധമായിട്ടും ഈ ഒരു ലോക്ക് പഠിച്ചു വെച്ചോളൂ. പഠിക്കാം. എന്താണത്? 14 ആളല്ല 10 ആന നിന്ന് വലിച്ചാലും ഈ ഒരു ലോക്ക് പൊട്ടിച്ചാൻ കഴിയില്ല കേട്ടോ. ഓ ഗൈസ് ഇതാണ് ആ ലോക്ക് എന്ന് തോന്നുന്നു. ഈ ലോക്ക് ഇട്ട് നോക്കുകയാണെങ്കിലല്ല അപ്പുറം 10 ആന നിന്നാലും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാലും അവിടെ ആദ്യം പറഞ്ഞല്ലേ 10-14 ആൾക്കാർ നിന്നാലും ഈ ലോക്ക് പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണേ. എങ്ങനത്തെ ലോക്കാണത്? ലോക്കാണിത്. ഈ ലോക്കാണ് ഗൈസ്. 6 പ്ലേയേഴ്സും വീണ്. പക്ഷെ ലോക്ക് മാത്രം പൊട്ടി കിട്ടും. കണ്ട ലോക്ക് പൊട്ടിയിട്ടില്ല. നിങ്ങൾ കറക്റ്റ് കണ്ടോക്കി പഠിച്ചു. ഇതാണ് ആ ലോക്ക് വരുന്നത്. ഇതേമാതിരി പുതിയ അടുത്ത ഓണത്തിന് നിങ്ങൾക്ക് യൂസ് ഉള്ള ഈ ലോക്ക്. ഈ ഒരു ലോക്ക് കിട്ടോ. ആ ലോക്ക് നോക്കി നിങ്ങൾ കുലുങ്ങണില്ല. കണ്ടോ ലോക്ക് കണ്ടോ? കുലുങ്ങില്ലല്ലോ. ഗൈസ് ഇത് ട്രോൾ ചെയ്താണ്, നമ്മളെ വെറുതെ കളിയാക്കിയതാണ് ഗൈസ്. ഇത് അങ്ങനത്തെ ലോക്കൊന്നും ഇല്ലാട്ടാ. ഈ ലോക്കൊന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അവന്മാരും മൊത്തം വലിച്ചോണ്ട് പോയി. പഠിച്ചു വെച്ചോ. ഇത് പഠിക്കണ്ടാട്ടാ. അല്ലാതെ വേറെ ആരെങ്കിലും നല്ല പോയി പഠിച്ചോ ലോക്ക്. നെക്സ്റ്റ് അടുത്തത് ഒരു വടംവലിയാണ് ഗൈസ്. ഇതെന്താണ് സ്വന്തം ടീമിന്റെ കാല് പിടിച്ചു വലിക്കണ? അതെന്താണോ കാണിച്ചത്? അത് വീട് ശരിയാണ്. അവന്റെ കാലറിയത് പൊക്കിപ്പോയതാണ്. അപ്പത്തേക്കും മറ്റവരുണ്ടല്ലോ ഗൈസ് വടം പുറകെ കൈക്കേക്കിനടുത്ത് ഇവിടെ പിടിക്കാൻ വേണ്ടി നോക്കിയതാണ്. നോക്കിക്കോട്ടാ അവന്റെ കാലറിയത് പൊക്കിപ്പോയതാണ്. ഇവൻ നേരെ എടുത്ത് അവന്റെ ഷോൾഡറിലേക്ക് വെച്ച് പോയി ചീറ്റി പണ്ടാരാണെങ്കിൽ പോയി ഗൈസ്. ഇതേ കണ്ട ആ ഒരു മൂവിലാന്ന് തോന്നുന്നു അവരാ വടംവലി മത്സരം തോറ്റത്. അല്ലെങ്കിൽ തോക്കാറത് തോന്നണൂലേ ഗൈസ്. അടുത്തത് ഒരു വടംവലി മത്സരമായിട്ടാ വന്നത്. ഇത് ഏതോ നമ്മുടെ നാട്ടിൽ നടക്കണ എന്തോ ഓണപരിപാടിയുടെ തോന്നുന്നു. ആര്യനെ വലിച്ചോണ്ട് അവന്റെ ഒപ്പം വടം വലിക്കാൻ ചേച്ചിമാരുടെ അവതാരമുണ്ടല്ലോ. അവരെല്ലാരും വടം വിട്ടിട്ട് പോയിന്ന് തോന്നുന്നു. ഇവര് മറ്റവര് വലിച്ചോണ്ട് പോയി. നോക്കിക്കോട്ടെ ഒപ്പം ഉണ്ടാവുന്ന ചേച്ചിമാരെല്ലാവരും പറ്റിച്ചടാ. ഇവിടെ നിന്ന് വലിച്ചോണ്ട് പോയി. നോക്കിക്കോട്ടാ അപ്പുറത്തെ ടീമിന്റെ അടുത്തതിനെ കൊണ്ട് തോന്നുന്നു. നമസ്കാരം. ഇവന്റെ ഒപ്പം ഉള്ളവർ ഒറ്റ വെണ്ണത്തിന് ആ വടത്തിൽ പിടിച്ചാണ് ഞാൻ കാണലാട്ട്. ഇവന് മാത്രമാണ് അത് നീക്കി എടുത്തോണ്ട് പോയത്. നെക്സ്റ്റ് എന്തോ ഒരു സ്ഥലത്ത് മത്സരാട്ടോ. എന്ത് മത്സരാന്ന് ഞാൻ നോക്കട്ടെ. ഓ ഇത് തിരിച്ചാ പോയി ചിരിക്കരുത് ഇത് ഭയങ്കര മൂക്കിന് വെക്കണം. ഞാൻ നോക്കട്ടെ ഇത് എത്രത്തോളം പാടാൻ നോക്കട്ടെ. പക്ഷെ നമുക്ക് ഇത് ചിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകട്ടോ. എന്റെ കയ്യിൽ ചെറിയൊരു പേപ്പർ ഉണ്ട്. അത് ഞാൻ നോക്കട്ടെ എത്രത്തോളം പാടാന്ന് ഞാൻ നോക്കട്ടെ. തുടക്കം തന്നെ ചുമ്മാ വെക്കാലോ. ഓ ഗൈസ് ഇത് നല്ല പാടാട്ടോ. എനിക്ക് വയ്ക്കാൻ പറ്റല്ല. അന്നേരം നോക്കട്ടെ. ഇല്ലടാ എന്റെ ഇരിക്കുള്ള കേസ് ഇത് നല്ല പാടാ. ഇല്ലടാ ഇത് മൂക്കിന് നല്ല നീട്ടമുള്ളവർക്ക് പറ്റുള്ളൂ തോന്നുന്നുണ്ട്. എനിക്കിത് പറ്റില്ല. ആ ചേച്ചിയുടെ കുറ്റം പറയാൻ എനിക്ക് പറ്റില്ലടാ. എനിക്കിത് ഒട്ടും പറ്റില്ല. പിന്നെ ആ ചേച്ചി ആയിട്ട് ഇടയ്ക്ക് അത് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഒട്ടും പറ്റില്ല. ഇത് നടക്കില്ല കേട്ടോ. ചിരിച്ചാ പോയി. ഇത് ചിരിച്ചാ പിടിക്കാൻ പറ്റില്ലടാ. ചിരിച്ചാ പോയി. ഇവിടെ എന്നാലും മറ്റവരൊക്കെ എങ്ങനെയാണ് ഇത് പിടിച്ചോണ്ട് തന്നെ പുറകേക്കണ മറ്റാ ചേച്ചിക്കാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യം വരേണ്ടതാ തോന്നണം. പല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരിത് എപ്പ തീർത്തിട്ടാണ് ഞാൻ അടുത്ത സാധനം എടുക്കണേന്ന് വിചാരിച്ചോണ്ടിരിക്കുകയാണ്. കണ്ടോ പല്ലൊക്കെ ഇങ്ങനെ മൂർക്ക് ദേഷ്യത്തിലേക്കാണ്. തിരിച്ചു കഴിഞ്ഞാ പോയി കടിച്ചെടുത്ത് കൊടുത്തടാ. നടക്കില്ലെങ്കിൽ ഇത് ചിരിച്ചു കഴിഞ്ഞപ്പം പോയിട്ടാ. നെക്സ്റ്റ് നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ പരിപാടിയല്ല, എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്ന നമ്മുടെ ചാക്കിലോട്ട മത്സരമാണ് ഗൈസ്. 4 പേരാണ് മത്സരിക്കണേ. ഇതിനകത്ത് ആരായിരിക്കും ജയിക്കാൻ ചാൻസ്? എനിക്ക് തോന്നണ ഏറ്റവും പൊക്കമുള്ള ആള് ചിലപ്പോ അടിപൊളിയായിട്ട് ചാടും. ചിലപ്പോ വെള്ളസാരി കൊടുത്താണ് കുട്ടിയുണ്ടല്ലോ ഗൈസ്, ഇതിനകത്ത് ചിലപ്പോൾ ജയിക്കുന്നതാണ് എനിക്ക് തോന്നണേ. കാരണം നല്ല പൊക്കമുണ്ടല്ലോ. അപ്പൊ നല്ല സ്പീഡിൽ ചാടി പോവല്ലോ. ബാലൻസ് തെറ്റിയ താഴെ കിടക്കും. നോക്കട്ടെ കേട്ടോ. തുടങ്ങി അയ്യോ ജയിച്ചതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ തോന്നുന്നുണ്ട് ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കാം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കരമായിട്ട് ബാലൻസ് തെറ്റണ പരിപാടിയാണ്. ഞാനൊക്കെ എത്ര തവണ ഇത് വീണിട്ടുണ്ടെന്നറിയാം ചെറുപ്പത്തിലൊക്കെ ഈ സാധനത്തിലൊക്കെ ഓടിയിട്ട് ഒന്നും പറ്റിയിട്ടില്ല ഗൈസ്.
പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ട്. സേഫ് ആണ്, ആള് സേഫ് ആണ് ഗൈസ്. അടുത്തത് ഒരു ഉറിയടി മത്സരാട്ടാ. കറക്റ്റ് ആയിട്ട് അടിക്കുമെന്ന് നോക്കാം. മച്ചാനിത് അടിക്കേണ്ടി വന്നില്ല. കറക്റ്റ് ഉറി തന്നെ തലയിലിട്ട് ചാടി പൊട്ടിയിടാ. അയ്യോ സൂര്യ അടിക്കേണ്ടി വന്നില്ല. ഒരു നേരം തലയിലിട്ട് ചാടിയിടാ. എടാ ഇത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ തോന്നുന്നു. ഇവര് ചിരിക്കണ കാണുമ്പോഴേ എനിക്ക് ചിരി പറ്റേ. തല പൊട്ടിട്ടുണ്ടാവൂ ഈ മച്ചാനാട്ടാ. ഇല്ല സേഫാ. ഫസ്റ്റ് പ്രൈസ് കൊടുക്കും. കാരണം ഏറ്റവും കുറവ് ടൈമില് ഉറി പൊട്ടിച്ചത് ഈ മച്ചാനായിരിക്കുന്നതാണ് എനിക്ക് തോന്നണേ. നോക്കിക്കോട്ടോ. അവിടെ കയറ് ഊരി പോയിടാ. പക്ഷെ ഇവന്മാര് ചിരിക്കണേ. ഇതാ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടാ തോന്നുന്നു ഇമാതിരി ചിരിക്കണേ. നെക്സ്റ്റ് ഉണ്ടല്ലോ ഗൈസ്. നെക്സ്റ്റ് വീണ്ടും ഇത് തന്നെ. ഇത് ഭയങ്കര പാടാടാ. എന്റെ വീട്ടില് ബിസ്ക്കറ്റ് ഇല്ല ഗൈസ്. എന്റെ വീട്ടില് കായവർത്തിരിക്കണം. അത് ഞാൻ അവസാനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. കാരണം ഇത് നമ്മൾ വിചാരിക്കണോലില്ല. ചിലപ്പോ കായവർത്ത ചെറുതായോണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും. ഞാൻ ഇത് കളിച്ചിട്ടില്ല ഗൈസ്. എനിക്ക് ഇത് കളിച്ച് നോക്കണമെന്നുണ്ട്. ഓ ഗൈസ് അടുത്തതൊരു വടംവലിയാണ്. നോക്കട്ടെ. കമോൺ വലിക്ക് ചേട്ടാ. വലിക്കടാ. ഇവരെന്താണ് അപ്പുറത്തേട്ട് വലിക്കണ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ അത് കണ്ടായിരുന്നോ? ഇവൻ ഞാൻ വെച്ചത് ഭയങ്കര വലിയിരിക്കുന്ന ആയിരത്തി ഇപ്പൊ കണ്ടിട്ട് രണ്ട് സൈഡിലിട്ട് മച്ച വടം വലിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അങ്ങോട്ട് തിരിഞ്ഞിട്ട് വീണ്ടും വലിച്ച് നോക്കിക്കോട്ടാ. ആദ്യം നല്ല ഉഷാറായിട്ട് വലിച്ചു തുടങ്ങിയതാണ്. അവിടെ കാലൊന്ന് തെന്നിപ്പോയി. പിന്നെ ഇപ്പുറത്തേട്ട് വലിച്ചാ. പിന്നെ ഒരു നീക്കലായിരുന്നു അവിടുന്ന്. എടാ പിന്നെ ഒറ്റയടിക്കൊക്കെ എടുത്തോട്ട് പോയിടാ. തീർത്താ ഗൈസ്. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓണം റീൽസിന്റെ വീഡിയോസ്. ബൈ മറ്റേ എന്റെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല. എന്റെ വീട്ടില് ഒരു കായവർത്തുണ്ട്. അത് വച്ചിട്ട് ഞാൻ എന്തായാലും നെറ്റിയിൽ വെക്കാം ഗൈസ് നമുക്ക്. എന്നിട്ട് എനിക്ക് അത് കഴിക്കാൻ പറ്റുമോ നമുക്ക് എന്തായാലും ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി പുറത്ത് ബിസ്ക്കറ്റ് വാങ്ങാൻ എനിക്ക് വയ്യാണ്. പുറത്ത് നല്ല മഴയാണ്. കുറച്ച് വലിപ്പം കുറവാന്നുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനുണ്ടല്ലോടാ ഇത് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ എന്തായാലും എന്റെ നെറ്റിയുടെ വേണ്ടി ഞാൻ വച്ചിട്ടുണ്ട്. ഇനി ഞാൻ പയ്യെ ഇളക്കുവാട്ടോ. ഒരു ചീറ്റിങ്ങും ഇല്ല ഗൈസ്. ഒരു ചീറ്റിങ്ങും ഇല്ല. വലിപ്പത്തിൽ ഇച്ചിരി വ്യത്യാസം. ഓ പോയി തോറ്റു. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ അഗൈൻ ഫെയിൽ അഗൈൻ. ഒന്നുകൂടെ. കണ്ണിന്റെ ഇവിടെ വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പറ്റും ഗൈസ് പറ്റും. നിങ്ങളെ അണ്ണൻ ആരാന്നാണ് കഴിച്ച് വിചാരിച്ചത്. വലിപ്പത്തിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ബിസ്ക്കറ്റ് ആണെങ്കിൽ നമ്മൾ കഴിക്കും. തീറ്റയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയൊന്നുമില്ല ഗൈസ്. നമ്മൾ വേറെ ലെവലാന്ന് അറിയാലോ. അപ്പൊ സുഹൃത്തുക്കളെ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.